മറ്റൊരു സിനിമ കൂടി ഇവിടെ കാണിച്ചില്ലെങ്കിൽ അതിന് പൂർണ്ണത നഷ്ടപ്പെടും. സുഹൃതം. ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഷോർണൂരിൽ, അതായത് എൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം, സുഹൃതം ഷൂട്ടിംഗ് നടക്കുന്ന സമയം ഷോർണൂരായിരുന്നു ഷൂട്ടിംഗ്. അവിടുന്ന് കൊല്ലത്ത് ഒരു ഡാൻസ് പ്രോഗ്രാമിന് പോയായിരുന്നു. അപ്പോൾ ഐ ഹാഡ് ടു ഗോ നൈറ്റിൽ കാറിൽ. അപ്പോൾ ഫുൾ ബിസി ആയിരുന്നു. ഡാൻസ് പ്രോഗ്രാം സൈമൾട്ടേനിയസ്ലി ഷൂട്ടിങ്, ഡാൻസ് പ്രോഗ്രാം ഷൂട്ടിങ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. ആ സമയത്ത് ട്രിവാൻഡ്രത്ത് പോയിട്ട് അവിടെ നിന്ന് കൊല്ലത്തൊരു ഡാൻസ് പ്രോഗ്രാം, ട്രിവാൻഡ്രത്ത് ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രി തന്നെ ഐ ഹാഡ് ടു കം ബാക്ക്. നമുക്കിടെ ഡേറ്റ്സിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഷൂട്ടിന് ഞാൻ എത്തിയിരിക്കണം. ഷോർണൂരിലായിരുന്നു. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഞാൻ, എൻ്റെ ഹെയർ ഡ്രസ്സർ, എൻ്റെ ടച്ചപ്പ്, ഡ്രൈവർ, എൻ്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ അങ്ങോട്ട് ഷോർണൂരിലോട്ട് പോവാം. ഷോർണൂർ അതന്നെ ഷോർണൂരിലോട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴിക്ക് ചേർത്തല, നമ്മുടെ മൊനീഷ പാവം, അവർക്ക് സംഭവിച്ച ആക്സിഡൻറ്റിൻ്റെ സ്ഥലത്തിൻ്റെ കുറച്ചുകൂടെ മുമ്പ് വെച്ച് ഇതേപോലെ രാത്രി ഒരു വെളുപ്പിനാന്ന് തോന്നുന്നു, ഒരു 2-3 മണിയൊക്കെ ആ സമയത്ത് എൻ്റെ വണ്ടി ഒരു ജീപ്പുമായിട്ട് കൊണ്ടിടിച്ച് ഒരു വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു അത്. ഐ തിങ്ക് ഞാൻ രക്ഷപ്പെട്ടത് ഒരു വലിയൊരു സംഭവമായിരുന്നു. ഇൻഫാക്ട് ഇപ്പോഴും എനിക്ക് ഇവിടെ ഒരു സ്റ്റിച്ചസ് ആയിരുന്നു, ഇത്രയും ഭാഗം സ്കാറുണ്ട്, ചെറിയ സ്കാർ. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പോൾ ഓൾറെഡി കുറേ പാർട്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് പോയിട്ട് വരുന്നതും. അപ്പോൾ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് അപ്പോഴും എനിക്ക് ഓർക്കാവുന്ന ഒരു ഡോക്ടറാണ് ആ സമയത്ത് ചേർത്തലയിലെ ഒരു ഡോക്ടർ കാമത്ത്. എനിക്കിപ്പോഴും പേര് ഓർമ്മ. കാരണം അദ്ദേഹം അവിടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മറ്റേ മൈക്രോ നീഡിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. എന്നോട് പറയുകയും ചെയ്തു, നിങ്ങളൊരു ആക്ടറാണ്, നിങ്ങളുടെ ഫേസാണ് നിങ്ങൾക്ക് ഏറ്റവും മുഖ്യം, നമുക്കറിയാം. പക്ഷേ ഐ ട്രൈ മൈ ബെസ്റ്റ്. ഇവിടുത്തെ ഉള്ള ഇതിൽ വെച്ചിട്ട് ഞാൻ മൈക്രോ നീഡിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഏറ്റവും ചെറിയതായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന പറ്റുന്ന ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അന്ന് അദ്ദേഹം ഇതുപോലെ ചെയ്തതുകൊണ്ടാണ് അത്രയും സ്കാറ് വിസിബിൾ അല്ലാത്തത്. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഇവിടെ എല്ലാം, ഇറ്റ് വാസ് ബിഗ് ആക്സിഡൻറ്റ്. സോ കംപ്ലീറ്റ് ഇവിടെയൊക്കെ ദേ ഹാഡ് ടു റിമൂവ് ദ ഹെയർ. ഇത്രയും സ്റ്റിച്ചസ് ഇവിടം വരെ ഉണ്ടായിരുന്നു. സോ ദ പ്രോബ്ലം വാസ് ഷൂട്ടിങ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വെക്കുമ്പോൾ ഐ ഹാഡ് ടു കോം മൈ ഹെയർ. വിഗ്ഗാണ് ഇതിവിടെ കംപ്ലീറ്റ് ഇവിടെ കവർ ചെയ്യേണ്ടി വന്നു ഒരു സ്ഥലത്ത്. ബിക്കോസ് ഇത്രയും ഭാഗം അവർക്ക് കട്ട് ചെയ്യേണ്ടി വന്നു മുടി. എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ഷൂട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു ചേഞ്ചാണ് അത് മൊത്തത്തിൽ. പാവം മമ്മൂക്ക ഇൻഫാക്ട് താടി വെച്ച ഷോട്ട് ഉണ്ടായിരുന്നു, താടി എടുത്ത് അവിടെ ഇങ്ങനെ ഉള്ള പ്രോബ്ലത്തിൽ പറയായിരുന്നു, അയ്യോ ഈ സമയത്ത് ശാന്തി കൃഷ്ണ വണ്ടിയുടെ അടിയിൽ പോയ കണ്ട സമയം നോക്കി എനിക്ക് താടിയുടെ പ്രോബ്ലം വന്ന് ഒട്ടിക്കേണ്ടി വന്നു. വീണ്ടും യു ഹാവ് ടു കളർ ഇറ്റ് ആൻഡ് ഡു ഇറ്റ്. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ദർ. ബട്ട് ലക്കിലി വി കുഡ് ഫിനിഷ് ദ മൂവി. എം ഡിയുടെ ആണ്. അതെ, നല്ലൊരു ക്യാരക്ടറായിരുന്നു. മാത്രമല്ല ആ പടം നല്ല പടം, ഒരുപാട് വലിയ വിജയങ്ങളും വലിയ അംഗീകാരങ്ങളും നേടി. എൻ്റെ ലാസ്റ്റ് ഫിലിമായിരുന്നു. അത് ശരി. സുഹൃതം. അതാ പറഞ്ഞത്, അഭിനയിക്കാൻ അറിയാമായിരുന്നു. ഇത് ലാസ്റ്റ് ഫിലിമാണ്. മേ ബി ലിറ്റിൽ ബിറ്റ്. എല്ലാ ദുഃഖവും ഭാരവും മനസ്സിലുണ്ടായിരുന്നു. ആ കഥാപാത്രത്തിന് പറ്റുന്ന ഭാവങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. ഇറ്റ് വാസ് നെവർ ലൈക്ക് ഇത് കഴിഞ്ഞാൽ ഞാൻ പടം നിർത്താൻ പോവാണെന്നോ. സെറ്റിലുള്ളവരോട് പറഞ്ഞോ ഇത് മിക്കവാറും എൻ്റെ അവസാനത്തെ പടമാകും? ഇല്ല, ആരോടും പറഞ്ഞില്ല. ഇല്ല, ഐ ഡോണ്ട് നോ. അതിനുശേഷം ഇറ്റ് ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി എല്ലാം കൂടി അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. വരാൻ ഐ തോട്ട് വേണ്ട, ഇനി മതി. ശാന്തികൃഷ്ണ പൊതുവെ ഒരു ഒറ്റയാനാണല്ലേ, ആരുമായിട്ടും മിങ്കിളില്ല അല്ലേ, ഒറ്റപ്പെട്ട ഒരു ക്യാരക്ടറല്ലേ? അല്ല, ആക്ച്വലി ആദ്യം എന്നെ എല്ലാവരും ഫസ്റ്റ് ഒരു നോട്ടത്തിൽ കാണുമ്പോൾ ദേ വിൽ സേ ഷീസ് ഭയങ്കര പ്രൗഡാണ്, ഇവർ അധികം ആരോടും സംസാരിക്കില്ല, ആരും സംസാരിക്കില്ല എന്നൊക്കെ. പണ്ട് ഞാൻ അഭിനയിക്കാൻ വന്നപ്പോഴും ഐ വാസ് ലൈക്ക് ദാറ്റ്. ഒരു ബുക്കും ഉണ്ടാവും, ഞാനുണ്ടാവും, ഇങ്ങനെ കുത്തിയിരുന്നങ്ങ് വായിക്കും, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേയും കൂടെ മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ സെറ്റ് വരെ ഉള്ളൂ. സെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പാട്ടിന് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വിളിച്ച് നമ്മൾ ഹലോ ഹൗ ആർ യു ഇല്ല, അതില്ല, അവിടെ നിന്നു. അതാ പറഞ്ഞത്, അത് അന്നുമില്ല. സിനിമാ ലോകത്ത് ആരുമായിട്ടും എനിക്ക് ഒരു എനിമിറ്റി ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇൻഫാക്ട് ഇന്നും നമ്മൾ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ ദേ നോ മീ, ഐ നോ ദം, അങ്ങനെ സംസാരിക്കണം. ഇല്ല, ഐ ഡോണ്ട് നോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ അമ്മ തന്നെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ ഇരുന്നത് കൊണ്ടായിരിക്കാം വീണ്ടും ഒരു ഫ്രണ്ട്. അതിന് പറ്റിയ ഒരു മൂഡിലാണ് അന്ന് ശാന്തികൃഷ്ണ ഉണ്ടായിരുന്നത്. അതെന്താ? അതായത് ശാന്തികൃഷ്ണയുടെ മാനസികാവസ്ഥ ആ കഥാപാത്രത്തിന്റെ ഒരു മാനസികാവസ്ഥ. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ ഒരിക്കലും ഒരു മെത്തേഡ് ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. മെത്തേഡ് ആർട്ടിസ്റ്റ് എന്നൊരു വ്യത്യാസം മനസ്സിലായല്ലോ. മെത്തേഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, സാധാരണ എല്ലാ മൂഡും അങ്ങനെ സൈഡിൽ എല്ലാവരും മിണ്ടാതിരിക്കണം. ഇഫ് യു ആർ ഡൂയിങ് ആൻ ഇമോഷണൽ സീൻ
ഒറ്റ ആളവിടെ സംസാരിക്കാൻ പാടില്ല. പണ്ടത്തെ രാജേഷ് ഖന്ന ഹിന്ദി ആക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് മെത്തേഡ് ആർട്ടിസ്റ്റ് ആണെന്ന്. മെത്തേഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെൻ ഹീസ് കമ്മിങ് ഓൺ ദ സെറ്റ്, അന്നത്തെ ദിവസം ഇമോഷണൽ സീൻ ആണെങ്കിൽ ഒരു ഒറ്റ ആൾ ചിരിച്ചു പോകരുത് അവിടെ. ദ ഹോൾ പ്ലേസ് വിൽ ബി കാം, ക്വയറ്റ്, ടെൻസ്ഡ്, അങ്ങനെ ആയിരിക്കണം എല്ലാവരും. എന്നാൽ ഇയാൾ ഫുൾ ആ മൂഡ് ഇരുന്നിരുന്നിരുന്ന് അങ്ങ് വരുത്തിച്ചിട്ടാണ് ആ സീൻ അഭിനയിക്കുന്നത്. ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഷോർട്ട് റെഡിയാണ് കേട്ടോ ശാന്തി, ആ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. പിന്നെ ഗ്ലിസറിനൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഇവിടെ നിന്ന് ജോക്ക് അടിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ആണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വേണിച്ചാൽ ആരെയും ശരി അവിടെ എന്തെങ്കിലും ഒരു ജോക്ക് അടിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ശരി റെഡി, ഷോർട്ട് റെഡി, ഓക്കെ, ആക്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഉടനെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ അഭിനയിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ശാന്തി ഇപ്പോൾ ചിരിച്ചല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇങ്ങനെ മേ ബി ഡാൻസർ ആയിരിക്കുന്ന എനിക്ക് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയതുകൊണ്ട് ഭാവപകർച്ചയ്ക്കുള്ള കഴിവുണ്ട്, സിദ്ധിയുണ്ട്.